ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാരോപദേശ കഥയാകട്ടെ ഇന്ന്. പുതുതലമുറ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയിലെ വൈകല്യം അവരെ ജീവിത വിജയത്തിൽ നിന്നും ഒരുപാട് അകലെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ ആധുനിക കാലത്ത് അതിനുള്ള പരിഹാരം നമുക്ക് ഭഗവാനിൽ നിന്ന് തന്നെ കേൾക്കാം. ഒരു ദിവസം നദീതീരത്ത് ഭഗവാൻ കൃഷ്ണൻ ധ്യാനരൂപേണ ഇരിക്കുകയായിരുന്നു. പക്ഷികളുടെ കലകൂചനങ്ങളും പുഴയൊഴുകുന്ന ശബ്ദവും മാത്രം കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ശ്രീകൃഷ്ണന്റെ ഉറ്റ സുഹൃത്തും മന്ത്രിയും ഭക്തനുമായ ഉദ്ധവൻ ഭഗവാന്റെ അരികിലേക്ക് വന്നത്. അരികിലെത്തിയ ഉദ്ധവൻ വിനയത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രഭു, ഈ ലോകത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വരും തലമുറയ്ക്ക് ശരിയായ വഴി എങ്ങനെയാണ് കാട്ടിക്കൊടുക്കേണ്ടത്? ഭഗവാൻ ഒരു നിമിഷം മൗനിയായിരുന്നു. അതിനുശേഷം പതുക്കെ ആകാശത്തേക്ക് നോക്കി. ആകാശത്തിലൂടെ ചിറക് വിരിച്ചു പറന്നു പോകുന്ന ഒരു പക്ഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവാൻ ഉദ്ധവനോട് ചോദിച്ചു, ഉദ്ധവ, നീ ആ പക്ഷിയെ കാണുന്നുവോ? അതിനെ ആരും പറക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ആരും അതിനെ പിടിച്ചു വച്ചതുമില്ല, എന്നിട്ടും അത് ആകാശം കീഴടക്കാൻ പഠിച്ചു. തുടർന്ന് ഭഗവാൻ തൻ്റെ അരികിൽ കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഉദ്ധവ, ഈ പുഴയെ നോക്കൂ. അതിൻ്റെ വഴിയിൽ എത്ര തടസ്സങ്ങൾ, എത്രയെത്ര കല്ലുകൾ, എന്നിട്ടും അത് ലക്ഷ്യസ്ഥാനമായ കടലിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെ വാക്കുകൾ ഉദ്ധവൻ ഭക്തിയോടെ കേട്ടിരുന്നു. കൃഷ്ണൻ തുടർന്നു, ജീവിതവും ഇതുപോലെ തന്നെയാണ് ഉദ്ധവ. ആരെങ്കിലും അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തി വളരില്ല. അമിതമായ സ്നേഹം പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ ബന്ധനമായി മാറും. നമുക്ക് ആരെയും കൈപിടിച്ച് നയിക്കാം, പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ സ്വന്തം വഴി കണ്ടെത്താൻ ആ കൈ വിട്ടുകൊടുക്കാൻ നാം പഠിക്കണം. അനുഭവങ്ങളിലൂടെയാണ് ആത്മാവ് വളരുന്നത്. തന്റെ ചോദ്യത്തിന് ഉചിതമായ മറുപടി ലഭിച്ച ഉദ്ധവൻ ഭഗവാന്റെ കാൽ തൊട്ട് വന്ദിച്ചു. ഈ ചെറിയൊരു കഥയിലൂടെ ഭഗവാൻ നമുക്ക് നൽകിയ സന്ദേശം എന്താണ്? കുട്ടികളെ നാം അമിതമായി നിയന്ത്രിക്കരുത്. പല രക്ഷിതാക്കളും മക്കൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് സ്വന്തമായി തങ്ങളുടെ കഴിവുകൾക്കൊത്ത് പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ സ്വർണ്ണക്കൂട്ടിലിട്ട് തത്തയെ വളർത്തുന്നത് പോലെ വളർത്തും. സമൂഹത്തിലെ ബഹുസ്വര സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തി സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാതെ വളർത്തിയാൽ ഒരു വേള സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വിപരീത സാഹചര്യങ്ങളിൽ അവൻ പതറാൻ തുടങ്ങും. ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടാൻ അവന് സാധിക്കാതെ വരുന്നു. ചെറുപ്പത്തിൽ നാം മക്കൾക്ക് നൽകുന്ന അമിത ലാളനയും സംരക്ഷണവും ഒരു വിധത്തിൽ പറഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരു ബന്ധനമായി മാറുകയാണ് ചെയ്യുക. കുട്ടികളെ നിയന്ത്രിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ അവരുടെ ഇഷ്ടത്തിന് വെറുതെ തുറന്നുവിടുക എന്നല്ല അർത്ഥമാക്കേണ്ടത്. ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പ്രാപ്തരാകുന്നതുവരെ കുട്ടികളുടെ മേൽ മാതാപിതാക്കളുടെ നിയന്ത്രണവും ശിക്ഷണവും കൂടിയേ തീരൂ. അക്കാര്യത്തിൽ സംശയം വേണ്ട. അനാവശ്യ നിയന്ത്രണങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാതെ ജീവിതത്തെ സധൈര്യം നേരിടാൻ അവരെ സജ്ജരാക്കുകയാണ് വേണ്ടത്. അവരുടെ സ്വപ്നങ്ങൾക്കും ചിറക് മുളയ്ക്കട്ടെ, വിജയങ്ങളുടെ തേരിലേറട്ടെ അവർ. ജീവിതത്തെക്കുറിച്ചുള്ള വിശാല വീക്ഷണം ഭഗവാൻ രണ്ട് ചെറിയ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കണ്ട. വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.